ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാനാണ് പോണത്. ചക്കപ്പുഴുക്കിട്ടാ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ചക്ക കിട്ടി. അടുത്ത വീട്ടിലെ ചേച്ചി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ വെട്ടി ചുളയൊക്കെ പറിച്ച് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനും എൻ്റെ ആങ്ങളുടെ ഭാര്യയും കൂടി അതിനെ വൃത്തിയാക്കാം. എല്ലാം വൃത്തിയാക്കി ചക്കക്കുരുവൊക്കെ കുറച്ച് നന്നാക്കി, കുറച്ച് ചക്കക്കുരു ഇവിടെ ചക്കക്കുരും പരിപ്പും വെക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ച് കുക്കറിൽ ഇത് കഴുകിയിട്ടു കേട്ടോ. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഇത് തീ ഓഫാക്കാം കേട്ടോ. വിസിൽ വന്ന് തീയൊക്കെ ഓഫാക്കി ഞാൻ ഇത് തുറന്നു. ചക്ക നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി അതിലേക്കുള്ള വറവിടാം. മുളക് കുത്തിപ്പൊടിച്ചത്, കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വേപ്പിലയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുക്കട്ടെ. പിന്നെ അപ്പോൾ എല്ലാവരും ചക്ക കൊണ്ട് ഇതുപോലെ ഉപ്പേരിയോ ഇലച്ചേരിയോ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ചക്ക നല്ല ഫൈബർ അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. പിന്നെ അത് വേനൽക്കാലത്ത് ചക്ക ഉണക്കി പൊടിച്ചാൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ, അരിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാം. അതുപോലെ നൂൽപുട്ടുണ്ടാക്കാം. നമുക്കിഷ്ടമനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ടു, ചുവന്നുള്ളി ഇട്ടു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ടു. പിന്നെ ചക്ക തീരെ നമ്മൾ അവഗണിക്കരുത്. നല്ല ഫ്രൂട്ട്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മിക്കവർക്കും ചക്കയൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇഷ്ടമുണ്ടായാലും ചിലവർക്ക് ചക്ക നന്നാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം അത് വെട്ടിപ്പൊളിച്ച് പിന്നെ അത് ചുളക്കെ പറിച്ച് കയ്യുമ പശയ്ക്കായി പണിയാണ്. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഭയങ്കര വിഷമമാണ് നന്നാക്കാൻ. അത് വിചാരിക്കേണ്ട. എല്ലാവരും ചക്കയൊക്കെ കിട്ടിയാൽ ചക്കയൊക്കെ നന്നാക്കി ഇതുപോലെ ഉപ്പേരിയൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നന്നായി മൂത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ചതച്ച് വെച്ച മുളക് പൊടി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചക്ക പുഴുക്കും കട്ടൻ ചായയും കൂടിയും കുടിക്കാൻ നമുക്ക് 4 മണിക്ക് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. 4 മണിക്ക് നമുക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ മഴക്കാലമല്ലേ, അപ്പോൾ നല്ല ചൂട്ടോട് കൂടി ചക്കപ്പുഴുക്കും കട്ടൻ ചായയും കൂടി അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയൊക്കെ കഴിക്കാൻ? ഇവിടെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യണമ്മേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ മോളുണ്ട്, തുമ്പി. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവളും പറയും, വല്യമ്മ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ വെച്ച് നമുക്ക് 4 മണിയാകുമ്പോൾ കഴിക്കാം. നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതേ ഒക്കെ വറവായി. ഞാനതിലേക്ക് ചക്ക വേവിച്ച് വെച്ചത് ഇട്ടു കേട്ടോ. ഇളക്കി കൊടുക്കാം. നന്നായി വന്നിട്ടുണ്ട് ചക്ക. ഇങ്ങനെ വേണം കേട്ടോ. എനിക്ക് ഇങ്ങനെ വേണ്ടത് ഇഷ്ടം. ഇപ്പോൾ ഒക്കെ പാകമായി. ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുക്കാം കേട്ടോ. പിള്ളേർക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട്, വല്യമ്മേ വേഗം ചക്ക തായോ ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട്. എല്ലാം കൊതിച്ചുകളാ. അടിപൊളി ചക്കയല്ലേ. അപ്പം ഞാനും കുറച്ച് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. കട്ടൻ ചായയും പിള്ളേർ വെച്ചു. അപ്പോൾ അത് കൂടി കഴിക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യണം. കട്ടൻ ചായയും ചക്കപ്പുഴുക്കും അടിപൊളി കോമ്പിനേഷനാണ്.